بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. സഹീഹുൽ ബുഖാരിയിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. മൂന്നാമത്തെ ഹദീസ് വിശദീകരിക്കുന്ന പഠനവേദി. നമ്മൾ അറിയാവുന്നതുപോലെ കിതാബുൽ ഈമാൻ സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാനാണ് നമ്മൾ വിശദീകരിക്കുന്നത്. കിതാബുൽ ഈമാനിൽപ്പെട്ട ഏതാനും ചില അധ്യായങ്ങൾ പഠിക്കുവാനുള്ള അവസരമാണ് ഈ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് കിതാബുൽ ഈമാനിലെ 13-ാമത്തെ അധ്യായം, സഹീഹുൽ ബുഖാരിയിലെ 20-ാമത്തെ ഹദീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 12-ാമത്തെ അധ്യായം 18-ാമത്തെ ഹദീസാണ്. 18-ാമത്തെ ഹദീസ് എന്ന് പറയുമ്പോൾ കിതാബുൽ ഈമാനിലെ 18-ാമത്തത് എന്നല്ല, സഹീഹുൽ ബുഖാരിയിൽ മൊത്തം ഈ നമ്പർ ഇടുമ്പോൾ ഒരു അധ്യായത്തെ ബേസ് ചെയ്തിട്ടല്ല, ഹദീസ് നമ്പർ ഇടല്ലേ. ഹദീസ് നമ്പർ പൊതുവായ ഒരു അക്കമാണ്, അത് കിതാബുമായി അധ്യായവുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിലെ 20-ാമത്തെ ഹദീസാണ് നമുക്ക് ധൈര്യത്തിൽ പറയാം. എന്നാൽ ബാബിന്റെ അധ്യായം അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്. കിതാബുൽ ഈമാനിലെ 13-ാമത്തെ ബാബാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദീനിനു വേണ്ടി ഫിത്നകളിൽ നിന്ന് പിന്മാറിക്കളയുക, ഓടി രക്ഷപ്പെടുക എന്ന അധ്യായമാണ്. അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയുണ്ടായി. ഫിത്ന തടുക്കുവാൻ ശക്തിയില്ലാത്ത, ബലമില്ലാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫിത്നയുടെ ഒഴുക്കിനെതിരെ ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത ഒരു മുസ്ലിം ആ ഫിത്നകളിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി ആ ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കലാണ് വേണ്ടത് എന്ന ആശയമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമുക്ക് കിതാബുൽ ഈമാനിലെ 12-ാമത്തെ അധ്യായത്തിലൂടെ മനസ്സിലായത്. എന്നാൽ ഫിത്ന തടുക്കുവാനും ആ ഫിത്ന നീക്കം ചെയ്യുവാനുള്ള കഴിവും കരുത്തും അറിവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നിലപാടാണ് അയാൾ സ്വീകരിക്കേണ്ടത് എന്നും പഠിച്ചു. കിതാബുൽ ഈമാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സഹീഹുൽ ബുഖാരി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും കിതാബുൽ ഈമാനിൽ വരുന്നില്ല. അപ്പോൾ ചിലർക്ക് തോന്നാം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാത്തതാണല്ലോ എന്നൊരു സംശയം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ, അഥവാ ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചത്? 3-ാം നൂറ്റാണ്ടിൽ, അതായത് സലഫുസ് സാലിഹീങ്ങളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, തൗഹീദിപരമായ വിഷയങ്ങൾ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഖബ്റുമായി ബന്ധപ്പെട്ട ശിർക്ക്, ആ ശിർക്കിനെ എതിർക്കുക, അതുമായി ബന്ധപ്പെട്ട തൗഹീദിന്റെ ഇനങ്ങൾ വിശദീകരിക്കുക, ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ സംഗതി ആ ഇമാമിങ്ങളുടെ, ഇമാം ബുഖാരി പോലുള്ള ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എന്താണ് കാരണം? ഇതുമായി ബന്ധപ്പെട്ട ഖബറുമായി ബന്ധപ്പെട്ട ശിർക്ക് ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല.
എങ്കിലും അങ്ങനെയുള്ള ശിർക്കിലേക്ക് നയിക്കുന്ന ചില കാരണങ്ങൾ, ചില സൂചനകൾ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി ഖബറുകൾ കെട്ടിപ്പൊക്കുക. അത് പിന്നീട് ആ ഖബറിലുള്ള ആ മയ്യിത്തിനെ അധികമായി ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കും എന്നൊരു സൂചന. അല്ലാതെ ഇസ്തിഗാസ, തവസ്സുൽ പോലെയുള്ള തർക്ക വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾ ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാത്തത് കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട, അതായത് അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക അഥവാ മരിച്ചുപോയ മഹാന്മാരോടും പ്രവാചകന്മാരോടും സഹായം തേടുക എന്നൊരു സംഗതി ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് അറിയുപോലും ഇല്ല. അതായത് അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട ശിർക്കുകൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഓരോ കാലഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലുള്ള വ്യതിയാനങ്ങൾ, ശിർക്കുകൾ പലതരമായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് തീർച്ചയായും വിശ്വാസകാര്യങ്ങൾക്കാണ്. അങ്ങനെയാകുമ്പോൾ ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ നടക്കുന്ന തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് ആണ് ഒരു പ്രബോധകൻ മുൻഗണന നൽകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം പ്രവർത്തനം. പറഞ്ഞു വരുന്നത്, നമ്മൾ കിതാബുൽ ഈമാൻ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കിതാബുൽ ഈമാൻ, ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനാ അഅലമുകും ബില്ലാഹ്, അനാ അഅലമുകും ബില്ലാഹ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഇതുപോലെയുള്ള അധ്യായങ്ങളൊക്കെ നൽകുമ്പോൾ എന്തായിരിക്കും ആ കാലഘട്ടത്തിൽ ഈമാനിൽ, വിശ്വാസത്തിന് ബാധിച്ച വ്യതിയാനങ്ങൾ, ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചില ഗ്രൂപ്പുകളുടെ പേരുകൾ നമ്മൾ പറയാം. അത് പിഴച്ചുപോയ സുന്നത്ത് ജമാഅത്ത്, സലഫു സാലിഹീങ്ങളുടെ ആദർശത്തിൽ നിന്ന് പിഴച്ചുപോയ, തെറ്റിപ്പോയ ചില സംഘങ്ങളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അൽ ഖവാരിജ് എന്ന് പറയും. എന്താണ് അൽ ഖവാരിജ്? അവർക്ക് ധാരാളം പല തെറ്റായ അപകടകരമായ ആശയങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരു മുസ്ലിം വൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാഫിറായി, അയാളെ കൊല്ലൽ നിർബന്ധമാണ്. പാരത്രിക ജീവിതത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അയാൾ കലാകാലം നരകത്തിലാണ്. ഇതാണ് ഖവാരിജുകളുടെ ആശയം. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി അക്രമം കാണിച്ചാൽ, പാപം ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാഫിറായി, അയാളെ വധിക്കൽ നിർബന്ധമായി. ഇതാണ് ഖവാരിജുകളുടെ ആശയം, ഒരു ആശയമാണ്. അതുപോലെ തന്നെ മുഅ്തസില എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ജഹ്മിയ, മുഅ്തസില പോലുള്ള ഗ്രൂപ്പുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ, സിഫാത്തുകൾ നിഷേധിക്കുന്ന സംഘങ്ങൾ വേറെ ഗ്രൂപ്പുകൾ അൽ മുർജിഅ എന്ന് പറയും. എന്താ അൽ മുർജിഅ എന്ന് വെച്ചാൽ, അതായത് ഈമാനിൽ എന്ത് പെടുന്നില്ല? കർമ്മമണ്ഡലണ്ടല്ലോ, അമല് പെടുന്നില്ല. ഈ വിശ്വാസം എന്ന് വെച്ചാൽ അടിസ്ഥാനം എന്താണ്? നമ്മുടെ മനസ്സിന്റെ ആ ഈമാനാണ്, വിശ്വാസമാണ്. എന്നാൽ കർമ്മം ഈമാനിൽ പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈമാനിനെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ, അഥവാ അമലിനെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് മുർജിഅ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇവരുടെ ആശയപ്രകാരം എല്ലാ മുസ്ലിങ്ങളുടെയും ഈമാന് തുല്യമാണ്, ഏറ്റക്കുറച്ചിലുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ അധ്യായം കാണാൻ സാധിക്കും, അൽ ഈമാനു ഖൗലുൻ വഫിഅലുൻ യസീദു വയൻഖുസ്. ഈമാന് ഖൗലുമാണ്, ഫിഅലുമാണ്, കൂടുകയും ചെയ്യും, വർദ്ധിക്കുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഇതൊക്കെ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾക്കുള്ള മറുപടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പിഴച്ചുപോയ
ബിദ്ഈ പ്രസ്ഥാനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഇമാം ബുഖാരി പോലെയുള്ള ഇമാമിയങ്ങൾ കിതാബുൽ ഈമാനിൽ അധ്യായങ്ങൾ കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ നമ്മൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ. ഇവിടെ ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാ അഅലമുകും ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം എന്താണത്? അനാ അഅലമുകും ബില്ലാഹ്. നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിയാവുന്നവൻ, അറിവുള്ളവൻ ഞാനാകുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ അൻവാൻ. അപ്പോൾ വഅന്നൽ മഅരിഫത ഫിഅലുൽ ഖൽബി, മഅരിഫത്ത് എന്ന് വെച്ചാൽ, അറിവ് എന്ന് വെച്ചാൽ ഫിഅലുൽ ഖൽബിയാണ്, അഥവാ ഹൃദയത്തിന്റെ അമലാകുന്നു, ഫിഅലാകുന്നു, കർമ്മമാകുന്നു, പ്രവർത്തനമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈമാനിൽ അമല് പെടുന്നു. അഥവാ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ വെറും നാവ് കൊണ്ട് ഉച്ചാരണം മാത്രം പോരാ, മറിച്ച് ഫിഅലും വേണം. അഥവാ നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ എന്താണ്, അമലും കൂടി ആണ് എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേവലം വിശ്വാസം അഥവാ വിചാരം മാത്രം പോരാ, അത് ഉറപ്പാക്കി അതനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഇവിടെ ഈ അൽ മഅരിഫതു ഫിഅലുൽ ഖൽബ്, അറിവ് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് എന്ന ഈ ആശയത്തിന്റെ തെളിവ് എന്താണ്? അതാണ് ഇമാം ബുഖാരി പറയുന്നത്, ലിഖൗലില്ലാഹി തആല വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. ബിമാ കസബത് ഖുലൂബുകും, നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താണോ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. നമ്മുടെ മനസ്സിൽ വരുന്ന കേവലം തോന്നലുകൾ, വിചാരങ്ങൾ, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷാശിക്ഷ നൽകുന്നില്ല. മറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അതിനെന്തുണ്ട്? ശിക്ഷയുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ വിചാരം, തോന്നൽ വേറെ, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം വേറെ. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും. ഇത് ശരിക്ക് ഈ ആയത്ത്, ഈ സൂറത്ത് ബഖറയിലെ ആയത്ത്, നിങ്ങൾ കേവലം പറയാറുള്ള സത്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? ശിക്ഷിക്കുന്നില്ല. അത് മനുഷ്യൻ അറിയാതെ ചിലപ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അറബി കാലഘട്ടങ്ങളിൽ അറബികൾ ലാ വല്ലാഹി ബലാ വല്ലാഹി എന്നൊക്കെ അവർ സംസാരത്തിൽ സാധാരണ വന്നുപോകും. അതിനാണ് പറയാ ലഹ്വുൽ യമീൻ എന്ന് പറയാം. ലഹ്വുൽ യമീൻ, ഒരു കാര്യം ഉദ്ദേശിക്കാതെ സത്യം ശപഥം ചെയ്യുക, അതിനെന്തില്ല? ശിക്ഷയില്ല. പക്ഷേ എങ്കിലും നമ്മൾ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അത് സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, വഹ്ഫദു അയ്മാനക്കും, നിങ്ങളുടെ ശപഥങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചത്, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിങ്ങളെ യുആഖിദുകും, നിങ്ങളെ പിടികൂടും, നിങ്ങളെ ശിക്ഷിക്കും. ഇവിടെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഈ ഇമാം ബുഖാരിയുടെ ഈ ഉൻവാന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫഇന്ന ഫീഹി ദലീലൻ അലാ ബുത്ലാനി ഖൗലിൽ കറാമിയ. കറാമിയ എന്ന് പിഴച്ചു പോയ ഒരു പാർട്ടി ഉണ്ടായിരുന്നു മുമ്പ്. അവരുടെ ആശയപ്രകാരം എന്താണ്? ഇന്നൽ ഈമാന ഖൗലുൻ ഫഖത്ത്,
ഈമാൻ എന്ന് വെച്ചാൽ ഖൗല് മാത്രമാകുന്നു എന്നൊരാശയമായിരുന്നു ആരുടെ? കറാമിയ എന്ന പിഴച്ചുപോയ പാർട്ടിക്കാരുടെ, ഗ്രൂപ്പുകാരുടെ ആശയം. വദലീലൻ അലാ സിയാദത്തിൽ ഈമാനി വനുഖ്സാനിഹി. മാത്രമല്ല ഈ അധ്യായത്തിൽ എന്തുണ്ട്? ഈമാന് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നു എന്നതും കൂടിയുണ്ട്. എങ്ങനെ മനസ്സിലായത്? ചോദ്യം മനസ്സിലായോ? അതായത് ഈമാന് ഖൗല് മാത്രമാകുന്നു എന്ന കറാമികളുടെ വാദങ്ങൾക്കാണ് മറുപടി. അത് ഇതിനെ മനസ്സിലായത്? വഅന്നൽ മഅരിഫത ഫിഅലുൽ ഖൽബ്. ശരി, ഇനി ഈമാന് കുറയുകയും കൂടുകയും ചെയ്യും എന്നത് അന അഅലമുക്കും ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അറിവ് കുറഞ്ഞവരും അറിവ് കൂടിയവരുമുണ്ട്. ഇതിൽ നിന്നാണ് ഈമാന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അതാണ് വിശ്വാസം. ആ വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ള ആ സംഗതി ഇതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായി? ഇത് പിന്നെ ഈ ഹദീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാം ബുഖാരി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആമുഖം. കാരണം ഇമാം ബുഖാരി ഓരോ അധ്യായം കൊടുക്കുമ്പോഴും ഹദീസ് ഉദ്ധരിക്കുമ്പോഴും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലാണ് ഇമാം ബുഖാരിയുടെ അറിവ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി. ഇമാം ബുഖാരിയുടെ ഫിഖ് അറിയണമെങ്കിൽ തറാജിമു വായിക്കും. എന്ത് തറാജിമു വെച്ചാൽ? വിശദീകരണങ്ങളല്ല, ഓരോ ഹദീസിന് നൽകുന്ന അധ്യായങ്ങൾ, ബാബുകൾ, അതിനാണ് തറാജിം എന്ന് പറയുക. ഇനി നമുക്ക് ഹദീസ് വായിക്കാം. قال الإمام البخاري رحمه الله حدثنا محمد بن سلام قال أخبرنا عبده عن هشام عن أبيه عن عائشة قالت كان رسول الله صلى الله عليه وسلم إذا أمرهم من الأعمال إذا أمرهم من الأعمال بما يطيقون. ഇവിടെ അമറഹു എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെട്ടതല്ല, മറിച്ച് ആ ഹദീസിലുള്ളതാണ് കേട്ടോ. قالوا إنا لسنا كهيئتك يا رسول الله إن الله قد غفر لك ما تقدم من ذنبك وما تأخر فيغضب حتى يعرف الغضب في وجهه ثم يقول إن أتقاكم وأعلمكم بالله أنا. ഹദീസിന്റെ ആ അർത്ഥം പെട്ടെന്ന് വിശദീകരിച്ചിട്ട് നമ്മൾ വീണ്ടും ഇസ്നാദിലേക്ക് പ്രവേശിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണിത്. എന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചാൽ, ആരോട് കൽപ്പിച്ചാൽ? സഹാബത്തുകളോട് കൽപ്പിച്ചാൽ. അവരോട് എന്ന് പറയുമ്പോൾ അമറഹ എന്നാണെങ്കിൽ ആയിഷ, പക്ഷെ അമറഹും സഹാബത്തുകൾക്കുള്ള അഥവാ വിശ്വാസികൾക്കുള്ള ഒരു സംഗതിയാണത്. എന്താണ്? അമറഹും കൽപ്പിക്കുമായിരുന്നു. ഇങ്ങനെ മിനൽ അഅ്മാലി ബിമാ യുതീഖൂൻ, അവർക്ക് സാധിക്കുന്ന, ചെയ്യാൻ കഴിവുള്ള, ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ കൽപ്പിക്കും. വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആവശ്യപ്പെട്ടാൽ അവരുടെ കഴിവിന് പരിധിയിലുള്ള, അവർക്ക് കഴിയുന്ന, സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിക്കും. അതായത് സഹാബത്തുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അഥവാ നിത്യമായി ചെയ്യാൻ സാധിക്കാത്ത, അതായത് ഇവിടെ അസാധ്യമായ കാര്യം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നത് അത് കുറച്ചാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നിത്യമായി ചെയ്യപ്പെടുന്ന കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ സഹീഹിൽ ഇങ്ങനെയൊരു ഹദീസ് കാണാൻ സാധിക്കും. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖൽ. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതാണ്? അദ്വമുഹാ, സ്ഥിരമായി ചെയ്യപ്പെടുന്നു. വഇൻ ഖൽ, അത് കുറവാണെങ്കിലും. ചിലപ്പോ പിശാച് വന്നിട്ട് നമ്മോട് പറയും, ഇന്നൊരു ആവേശം, ചിലപ്പോൾ പ്രസംഗമൊക്കെ കേട്ടിട്ട് പോയിരിക്കും, അപ്പോൾ ഇന്ന് രാത്രി മുഴുവനും ഈ 11 റക്അത്താണെങ്കിലും അത് സുബൈ വരെ നമസ്കരിച്ച് കളയാം, ഖുർആനൊക്കെ ധാരാളം പാരായണം ചെയ്തുകൊണ്ട്. യഥാർത്ഥത്തിൽ അത് പെട്ടെന്നുള്ളൊരു ആവേശം, നിത്യമായി ചെയ്യപ്പെടാത്തതാണെങ്കിൽ അവിടെ സൂക്ഷിച്ച് നമുക്ക് നിത്യമായി ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുക. തീർച്ചയായും ചിലപ്പോൾ നമ്മൾക്ക് കൂടുതലായി ചെയ്യാൻ തോന്നുമെങ്കിൽ അതിൽ ഒരു ഉലൂവ് വരാൻ ഇല്ലാത്ത രീതിയിൽ, അഥവാ അമിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, നമ്മെ ക്ഷീണിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫർളായ കാര്യങ്ങളെ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തും എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അവിടെ നിർത്തിവെക്കുക. ഇവിടെ പറഞ്ഞു വരുന്നത് സഹാബത്തുകൾക്ക് സാധിക്കുന്ന കാര്യം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുള്ളൂ. ഖാലു ഇന്നാ ലസ്നാ കഹൈഅതിക യാ റസൂലല്ലാഹ്, അവർ പറയുമായിരുന്നു, റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, നിങ്ങളുടെ അവസ്ഥയിലല്ല. താങ്കൾക്കാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞു പോയ തെറ്റുകളും ഇനി വരാൻ പോകുന്ന പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ധാരാളം കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ ഉന്നത പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് അവർ ചോദിച്ചപ്പോൾ നബിക്ക് എന്ത് വരും? കോപം വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണിത്. എന്താണ് നിർദ്ദേശം? നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക, നിങ്ങൾക്ക് സാധിക്കാത്തത് ആകാൻ പാടില്ല, അഥവാ നിത്യം സ്ഥിരമായി ചെയ്യപ്പെടാത്ത കാര്യമാകാൻ പാടില്ല. ഹത്താ യുഅറഫൽ ഗളബു ഫീ വജ്ഹിഹി, നബിയുടെ മുഖത്ത് കോപം പ്രകടമാവുന്നത് വരെ, അറിയപ്പെടുന്നത് വരെ. ثم يقول, പിന്നീട് പറയും, ഇന്ന അത്ഖാകും വഅഅലമകും ബില്ലാഹി അനാ, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനും അല്ലാഹുവിനെ കുറിച്ച് ഇൽമുള്ളവനും ഞാനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് കാരണം? എന്റെ സുന്നത്ത് ഇങ്ങനെയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹിനെ കുറിച്ച് അറിവുള്ളവൻ ഞാനാകുന്നു, അതുകൊണ്ട് എന്റെ നിർദ്ദേശം നിങ്ങൾ അനുസരിക്കുക. തഖ്വയുടെ ഇൽമിന്റെ പാതയിലേക്ക് എത്തണമെങ്കിൽ എന്റെ നിർദ്ദേശം നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾക്ക് സാധിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. അതായത് മനുഷ്യന്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അവന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരു തടസ്സം വരുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അത് നബിയുടെ സുന്നത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ചില സഹാബത്തുകൾ പേര് നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മാംസം കഴിക്കില്ല, ഞങ്ങൾ വിവാഹം ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ഞാൻ മാംസം കഴിക്കും, അതുപോലെ തന്നെ വിവാഹം ചെയ്യും. എന്റെ സുന്നത്തിൽ നിന്ന് ആരാണോ വിട്ടുനിൽക്കുന്നത് അവൻ എന്നിൽ പെട്ടവനല്ല എന്ന കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഹലാലാക്കിയ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ നിന്ന് നിന്നുകൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇല്ല. ഇനി നമ്മൾ ഹദീസിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ സലാം. മുഹമ്മദ് ബിൻ സലാം എന്നോട് പറഞ്ഞു. ഇതാരാ പറയുന്നത്? ഇമാം ബുഖാരി. ഇമാം മുഹമ്മദ് ബിൻ സലാം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 227 അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു.
ഇമാം മുഹമ്മദ് ബിൻ സലാം സല്ലാം എന്നും വായിക്കപ്പെടുന്നു. ഖാല അഖ്ബറനാ അബ്ദ, അബ്ദ എന്ന ഗുരു എന്നെ അറിയിച്ചു. ഇതാരാ പറയുന്നത്? മുഹമ്മദ് ബിൻ സലാം ആണ് അഖ്ബറനാ അബ്ദ എന്ന് പറയുന്നത്. അബ്ദത്തു ബിൻ സുലൈമാൻ അൽ കിലാബി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പറയപ്പെടുന്നത് അബ്ദുറഹ്മാൻ എന്നാണ്. ഹിജ്റ 187 മരണപ്പെട്ടു. അൻ ഹിഷാമിൻ, ആരാണ് ഹിഷാം? ഹിഷാം ഇബ്നു ഉർവ ഇബ്നി അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം. അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം റളിയല്ലാഹു അൻഹു സ്വർഗം സന്തോഷ വാർത്തയായി അറിയിച്ചു കൊടുത്ത 10 സഹാബത്തുകളിൽപ്പെട്ട ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാണ് ആര്? അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനാണ് ആര്? ഹിഷാം. അദ്ദേഹം ചെറിയ താബിഇയാണ്. എന്നാൽ ചെറിയ താബിഇ, അതായത് താബിഇൽ പ്രായം കുറഞ്ഞവർ. താബിഇ പണ്ഡിതന്മാരുടെ ഇനങ്ങൾ 3ആണ്. ഒന്ന് കിബാറു താബിഈൻ, പ്രായമുള്ള മുതിർന്ന താബിഇ വര്യന്മാർ. രണ്ടാമത് മധ്യ താബിഇകൾ. മൂന്നാമത്തെ ഇനം ചെറിയ പ്രായം കുറഞ്ഞ താബിഇകൾ. അതായത് ചെറിയ പ്രായം കുറഞ്ഞ താബിഇകൾ എന്ന് പറയുമ്പോൾ അവസാനമായി മരണപ്പെട്ട ചില സഹാബത്തുകളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തുകളെ കണ്ട് അവരിൽ നിന്ന് ഹദീസ് കേട്ട് പഠിച്ച താബിഇ വര്യന്മാർക്കാണ് ചെറിയ താബിഇകൾ എന്ന് പറയുക. അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. ആരാണ് പിതാവ്? ഉർവത്ത് ഇബ്നു സുബൈർ. മദീനവാസികൾക്ക് പരിചയമുള്ള ഉർവ റഹിമഹുല്ലാഹ്, അദ്ദേഹം പ്രമുഖ താബിഈ പണ്ഡിതനും വഅഹദുൽ ഫുഖഹാ ഇസ്സബ്അ. ഈ 4 മദ്ഹബുകൾ എന്ന ഈ സാങ്കേതിക പദത്തിന് മുമ്പ് ഇസ്ലാമിക ലോകത്തിന് പരിചയമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എത്രയായിരുന്നു? 7 ആയിരുന്നു. പിന്നീടാണ് 4 വന്നത്. 7 ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ ഫത്വ ചോദിക്കപ്പെടുന്ന പ്രഗത്ഭരായ 7 പണ്ഡിതന്മാർ. അവരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ആര്? ഉർവത്ത് ഇബ്നു അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 94 7 പണ്ഡിതന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു കവി 2 വരിയിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഇദാ ഖീല മൻ ഫിൽ ഇൽമി സബ്അതു അബ്ഹുരി റിവായത്തുഹും ലൈസത് അനിൽ ഇൽമി ഖാരിജ ഫഖുൽഹും ഉബൈദുല്ലാഹി ഉർവത്തു ഖാസിമു. ഉബൈദുല്ലാഹ്, ഒന്നാമത്തെ പണ്ഡിതൻ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ ഇബ്നു മസ്ഊദ്. ഇതാണ് ഒന്നാമത്തെ പണ്ഡിതൻ. ഇത് എഴുതിയെടുക്കണം നിർബന്ധമല്ല, കേട്ടാലും മതി. ഉർവത്തു ഖാസിമു. രണ്ടാമത്തെ പണ്ഡിതനാണ് ഉർവത്തു ഇബ്നു സുബൈർ ഇബ്നു അൽ-അവ്വാം. ഖാസിം, ആരാണ് ഖാസിം? അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമകൻ. പിന്നീട് പറയുന്നു സഈദ് ഇബ്നുൽ മുസയ്യബ്, സഈദ് അബൂബക്രിൻ. ആരാണ് അബൂബക്കർ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. സുലൈമാനു ഖാരിജ, സുലൈമാൻ ഇബ്നു യസാർ അൽ ഹിലാലി. അതുപോലെ തന്നെ ഖാരിജ ഇബ്നു സെയ്ദ് ഇബ്നു സാബിത്ത്. സെയ്ദ് ഇബ്നു സാബിത്ത് ഇല്ലേ റളിയല്ലാഹു അൻഹു, മുസ്ഹഫ് ക്രോഡീകരിച്ച സഹാബി വര്യൻ, അദ്ദേഹത്തിന്റെ മകൻ ഖാരിജ റളിയല്ലാഹു അൻഹു. ഈ 7 ഫുഖഹാക്കളായിരുന്നു മദീനത്ത് ഏറ്റവും അറിയപ്പെട്ട അൽ ഫുഖഹാ ഉസ്-സബ്അ എന്ന പേരിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇവിടെ ശരിക്ക് ഉർവ റളിയല്ലാഹു അൻഹു ആയിഷയിൽ നിന്ന് പഠിക്കുന്നു. എന്താണ് ബന്ധം? ഉമ്മാന്റെ സഹോദരിയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരി ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ. അവരുടെ മകനാണ് ആര്? അതെ, അസ്മാ റളിയല്ലാഹു അൻഹ ഭർത്താവ് ആരാണ്? അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം റളിയല്ലാഹു അൻഹു. അസ്സുബൈർ ഇബ്നു അൽ-അവ്വാം റളിയല്ലാഹു അൻഹു സ്ഥാനപ്പേരെന്താണ്? ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബിക്ക് ഹവാരികളുണ്ട്.
ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, മിത്രം, അങ്ങനെ പ്രവാചകന്റെ ഹവാരി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാനപ്പേരുള്ള സഹാബിയാരാണ് അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ, പിന്നെ തർജ്ജമ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പലർക്കും എത്രാം വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് അറിയുകയില്ല. ഹിജ്റ 57 മരണപ്പെട്ടത്. വിശ്വാസികളുടെ മാതാവ്, നബിയുടെ പത്നി, ഭാര്യ, അഫ്ഖഹു അന്നിസാഇ മുത്ലഖൻ എന്നാണ് പണ്ഡിതന്മാര് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാറുള്ളത്. ലോക മുസ്ലിം വനിതകളിൽ വെച്ച് ഏറ്റവും അറിവുള്ള വനിത, സ്ത്രീ ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. قالت كان رسول الله صلى الله عليه وسلم إذا أمرهم من الأعمال بما يطيقون. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചാൽ, സഹാബത്തോട് കൽപ്പിച്ചാൽ, അമറഹും മിനൽ അഅമാലി, കർമ്മങ്ങളിൽ നിന്ന് അവരോട് കൽപ്പിക്കും, ബിമാ യുതീഖൂൻ, അവർക്ക് സാധിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരുപക്ഷെ നമ്മുടെ മലയാള ഭാഷയിൽ ചിലപ്പോൾ പറഞ്ഞു പോകും, എനിക്കത് ചെയ്യാൻ താക്കത്തില്ല. പ്രത്യേകിച്ച് ഈ അറബി കുലം ഉള്ള നമ്മുടെ പഴയ മലയാളികൾക്ക് ചില അറബി പദങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അമറഹും മിനൽ അഅമാലി ബിമാ യുതീഖൂൻ, അവർക്ക് താക്കത്തുള്ള, കഴിവുള്ള കാര്യം, സാധിക്കുന്ന കർമ്മങ്ങൾ കൽപ്പിച്ചിരുന്നു. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ ലസ്നാ കഹൈഅതിക യാ റസൂലല്ലാഹ്, താങ്കളുടെ ഹൈഅത്ത് എന്ന് വെച്ചാൽ രൂപം എന്നർത്ഥം. രൂപം ഇവിടെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ അവസ്ഥ പോലെയല്ല ഞങ്ങളുടേത്. കാരണം എന്താണ്? ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കൾക്ക് എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പ്രവാചകന്റെ നിർദ്ദേശത്തിൽ നിന്ന് ഒരു പിന്മാറലാണ് എന്ന് കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖത്തിന് കോപം വന്നു. ثم يقول إن أتقاكم وأعلمكم بالله أنا. ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ പഠിച്ചു. ഒന്ന്, കറാമിയ പോലെയുള്ള പിഴച്ചു പോയ വിശ്വാസം എന്ന് വെച്ചാൽ ഖൗല് മാത്രമാണ്, കർമ്മമില്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ ആശയക്കാർക്കുള്ള ഒരു മറുപടി. അതുപോലെ തന്നെ ഈമാന് കുറയുകയും ചെയ്യും, വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ആശയം. ഇത് അത്ഖാക്കും വഅഅലമക്കും ബില്ലാഹി എന്നുള്ള ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തോടൊപ്പം തന്നെ നമുക്ക് സ്ഥിരമായി ചെയ്യാവുന്ന കർമ്മങ്ങൾ, ആ കർമ്മരീതിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ, സ്ഥിരമായി ചെയ്യപ്പെടുന്നത്. വഇൻ ഖൽ, അത് കുറവാണെങ്കിലും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാത്രി വിത്ർ നമസ്കാരം 3 റക്അത്ത്, ദുഹാ നമസ്കാരം 2 റക്അത്ത്, ഇതൊക്കെ ചെറിയ ചെറിയ ലളിതമായ കർമ്മങ്ങളാണ്. പക്ഷെ അത് നിത്യമായി ചെയ്തുകൊണ്ടിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഫർദായ കാര്യങ്ങൾ, ചിലർക്കൊരു ധാരണയുണ്ട്, ധാരാളം സുന്നത്തുകൾ ചെയ്താൽ ഈ ഫർദിന് വീഴ്ച വരുത്തിയാലും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഫർദായ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധിച്ച കാര്യങ്ങൾ ചെയ്യലാണ്. ഈ ഫർദായ കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് ഏത്? നവാഫിൽ അഥവാ സുന്നത്തായ കർമ്മങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പാഠം. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീസുകളും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാകുന്നു. കൂടുതൽ ഹദീസുകൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുഅ്തസിലക്കാർക്ക് ധാരാളം വാദമുണ്ട്. ഒന്ന്, ഈ മുഅ്തസില എന്ന പേര് വന്നത് എങ്ങനെയാണ്? മുഅ്തസില എന്ന് വെച്ചാൽ പിന്തിരിഞ്ഞു കളഞ്ഞവർ എന്നാണ്.
അതായത് അൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഇയാണ്, വലിയ പണ്ഡിതനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു വാസിൽ ഇബ്നു അതാ. ഈ വാസിൽ ഇബ്നു അതാ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് ഈ പാപം ചെയ്ത വിശ്വാസിയുടെ വിധിയെക്കുറിച്ച് സംസാരമുണ്ടായി അവരുടെ മജ്ലിസിൽ, അൽ ഹസൻ അൽ ബസ്രിയുടെ മജ്ലിസിൽ. അപ്പോൾ അവിടെ എന്താണ് ഉത്തരം നൽകിയത്? മുഅ്മിനുൻ ബി ഈമാനിഹി ഫാസിഖുൻ ബി കബീറത്തിഹി. അതായത് ഒരു വിശ്വാസി അയാളുടെ ഈമാന് മുഖേന അയാൾ വിശ്വാസിയാണ്, എന്നാൽ പാപങ്ങൾ ചെയ്തതുകൊണ്ട് ഫാസിഖായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായില്ല. ഇദ്ദേഹം കുറച്ച് ചിന്തിച്ചപ്പോൾ ഇയാളൊരു മറുപടി പറഞ്ഞു. ആര്? പിന്നെ ശിഷ്യൻ വാസിൽ ഇബ്നു അതാ. എന്താണ്? വിശ്വാസിയും അല്ല എന്നാൽ കാഫിറും അല്ല. അതായത് ഫീ മൻസിലത്തിൻ ബൈനൽ മൻസിലത്തൈൻ, രണ്ട് സ്ഥാനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം. വിശ്വാസിയും അല്ല എന്നാൽ കാഫിറും അല്ലാന്ന്, ഫാസിഖല്ല, കാഫിറും അല്ലാന്ന്. അപ്പൊ എന്താണ് ആഖിറത്തിലെ ഒരു വിധി? കാഫിറാണ്, കലാകാലം നരകത്തിലാണ്. അപ്പോൾ ഖവാരിജികളുമായി പരലോകത്തിലുള്ള അവസ്ഥ ഒരേപോലെയാണ്. പക്ഷേ ദുനിയാവിൽ കാഫിറാണെങ്കിൽ പിന്നീട് എന്താ, രക്തം എന്തായി? ഹലാലായി. ആ വിഷയം വരാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ് ഫീ മൻസിലത്തിൻ ബൈന അൽ മൻസിലത്തൈൻ. അതുപോലെ തന്നെ അവർക്ക് ധാരാളം പിഴച്ചുപോയ ആശയങ്ങളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ വിശ്വാസികൾ കാണുകയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചൊരു വിഷയമാണത്. വിശ്വാസികൾ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണും എന്ന ഈ വിശ്വാസം, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഈ വിശ്വാസം മുഅ്തസിലക്കാർ എന്ത് നിഷേധിക്കുന്നു. കാരണം അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണപ്പെട്ട ഒരു വസ്തുവായി, അപ്പോൾ അള്ളാഹു സൃഷ്ടിയായി. ആ ബുദ്ധി കൊണ്ട് നിഷേധിക്കുകയാണ്. മനസ്സിലല്ലേ? അന്ന് തുടങ്ങിയതാണ് ഈ ബുദ്ധി പൂജ, അല്ലെങ്കിൽ ബുദ്ധിക്ക് മുൻഗണന നൽകിയിട്ട് ഹദീസിനെ പ്രമാണത്തെ തള്ളുന്ന വിഷയം. അതിന്റെ അടിസ്ഥാനം ഈ ജഹ്മിയ, മുഅ്തസില പോലെയുള്ള സംഘങ്ങളാണ്. അതുപോലെ തന്നെ ധാരാളം പിഴച്ചുപോയ വിശ്വാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാപിയാണെങ്കിൽ നിർബന്ധമായും അയാളെ ശിക്ഷിക്കണം. നന്മ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായും അള്ളാഹു സ്വർഗത്തിൽ കടക്കാം. അങ്ങനെ നിർബന്ധം അള്ളാഹുവിൽ സ്ഥാപിക്കുക, ഇതൊക്കെ മുഅ്തസിലക്കാരുടെ ആശയമാണ്. അവരുടെ പ്രമുഖ പണ്ഡിതനാണ് അൽ ഖാദി അബ്ദുൽ ജബ്ബാർ. അതുപോലെ തന്നെ അൽ കശാഫ് എന്ന തഫ്സീർ എഴുതിയ അസ്സമഖ്ശരി പോലെയുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പിന്നീട് സുന്നത്ത് ജമാഅത്തിന്റെ സലഫ് സാലിഹീങ്ങളുടെ ആദർശം പിൻപറ്റിയ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും അവലംബിക്കാൻ പാടില്ല. അങ്ങനെ അവലംബിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല. ഇതാണ് മുഅ്തസില. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ആശയം വാസിൽ പ്രകടിപ്പിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഇഅ്തസിൽ അന്നാ, നമ്മുടെ മജ്ലിസിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാസിൽ ഇബ്നു അതാഉം തന്റെ ശിഷ്യന്മാർക്കും മുഅ്തസില എന്ന പേര് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം. ഏതായാലും സമയം വൈകിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ചോദ്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.